നമ്മളൊരു തമിഴ് സിനിമയുടെ കുറിച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നുള്ള സിനിമയാണ്. നമുക്കറിയാം, ഒരു ഹൊറർ കോമഡി ജോണറിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ് ഇത്. സന്താനമാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഒപ്പം നിഴൽകൾ രവി കസ്തൂരി, നിഴൽകൾ രവി കസ്തൂരി, ഗൗതം മേനോൻ, ശെൽവരാഘവൻ തുടങ്ങിയ കുറച്ച് പേരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയൊക്കെ നന്നായി കോമാളിയാക്കിയിട്ടുണ്ട്, എസ്പെഷ്യലി ഗൗതം മേനോനെയും ശെൽവരാഘവനും. അപ്പൊ ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് നമുക്ക് ചുപ്പ് എന്ന സിനിമ കാണുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം ചുപ്പ് എന്ന സിനിമയിൽ നമുക്കറിയാം, ദുൽഖർ ഒരു സൈക്കോ കില്ലറാണ്. പുള്ളിയുടെ ഒരു അച്ഛൻ എടുത്ത നല്ല സിനിമയെ വിമർശിച്ചതിന് റിവ്യൂവേഴ്സിനെ ആ റിവ്യൂ എങ്ങനെയാണോ അതുപോലെ കൊല്ലും. അതിന്റെ ഒരു സ്പൂഫ് എന്ന ആലോചിച്ചൊക്കെ എങ്ങനെയുണ്ടാവും. അപ്പോൾ സിനിമയുടെ തുടക്കത്തിൽ ഇതില് പക്ഷെ പുള്ളിയുടെ മകനൊന്നുമല്ല, പുള്ളി മരിച്ചിട്ട് ഗോസ്റ്റ് ആയിട്ടാണ് റിവെഞ്ച് ചെയ്യുന്നത്. ഒരു തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിലേക്ക് വിളിച്ചു വരുത്തും. റിവ്യൂവേഴ്സിനെ വിളിച്ചു വരുത്തിയതിനു ശേഷം പുള്ളി ടോർച്ചർ ചെയ്യും ഗോസ്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ ഒരു ഹൊറർ കോമഡി സ്പൂഫ് പടമായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം, പുള്ളിയുടെ ദില്ലിക്ക് ദുഡ് അതിന്റെ സെക്കൻഡ് പാർട്ട്, പിന്നെ DD റിട്ടേൺസ് വന്നു. അതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ അടുത്തത് വരുന്നുണ്ട്, ഇനിയും വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ഈ സിനിമ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ നായകൻ ഒരു റിവ്യൂവറാണ്, എല്ലാവരും ഭയങ്കര മോശമായി റിവ്യൂ ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പം പുള്ളിയെ ആണ് അടുത്തത് പ്രേത ഉന്നം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവര് ഫാമിലിയായിട്ട് ഒരു ഇൻവിറ്റേഷൻ വരുന്നു, ഒരു ഫാമിലിയായി പോകുന്നു. അവിടെ വെച്ച് ആ തിയേറ്ററിന് അകത്തോടുന്ന ഒരു സിനിമയിലോട്ട് ഇവരുടെ ഫാമിലി അവര് അതിലത്തെ ഒരു കഥാപാത്രങ്ങളായിട്ട് ഉള്ളിൽ കയറുകയാണ്. സന്താനം അതെ. അതിനുശേഷം ഈ സിനിമ കഴിയാതെ അവർക്ക് പുറത്തു വരാൻ സാധിക്കില്ല. ആ സിനിമ നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ കൊല്ലപ്പെടുകയാണെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് സിനിമ കഴിയുന്നവരെ ജീവനോടെ നിൽക്കുന്നത്, പുള്ളി നായകൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ. ആക്ച്വലി പ്ലോട്ട് വൈസ് നോക്കുന്ന സമയത്ത് ഹ്യൂമർ സാധ്യത വളരെയധികം കൂടുതലുണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ നല്ല രീതിയിൽ വെറുപ്പിച്ച ഒരു സിനിമ കൂടിയാണ് ഡെവിൾസ് ഡബിൾ നെക്സ്റ്റ് ലെവൽ എന്നുള്ളൊരു സിനിമ. എനിക്ക് ഏത് കോമഡി അങ്ങനെ കാര്യമായി വർക്കായി തോന്നിയില്ല. അവിടെ ചെറുങ്ങനെ ചിരിക്കാൻ തോന്നുമെങ്കിൽ അപ്പം തന്നെ അത് ഓഫായി പോകും. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. മിക്കവാറും വെറുപ്പിക്കൽ തന്നെ ആയിരുന്നു. സന്താനത്തിന്റെ എനിക്ക് തോന്നുന്നു നായകനായിട്ട് വല്ലവനൊക്കെ പുല്ലുമായതോ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഈ ഡിക്കിലോണാന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനുശേഷം DD റിട്ടേൺസ് വലിയ കുഴപ്പമുണ്ടായില്ല. അതിന്റെ ഫസ്റ്റ് വന്ന ദില്ലിക്ക് ദുട്ട് ആയാലും അതിന്റെ സെക്കൻഡ് പാർട്ട് ആയാലും നോർമലി വരുന്ന ഒരു ഹൊറർ കോമഡി ആയിരുന്നു. ഇതിൽ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ഒരു സംഭവം പിടിച്ചിട്ടുണ്ടായിരുന്നു DD റിട്ടേൺസിൽ. ഇവിടെയും വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ പറ്റുക. കാസ്റ്റിംഗ് ഭയങ്കര മോശമായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറെ ഈ ഹ്യൂമർ ചെയ്ത് അത്യാവശ്യം വെറുപ്പിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ വെറുപ്പിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നിറയെ സമയമുണ്ടെങ്കിൽ ദൈവമായി കണ്ടോളൂ, അല്ലെങ്കിൽ ആ പരിസരത്ത് പോകരുതെന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോ. അപ്പോൾ തലഭദ്രം.